ചൂടുവെള്ളത്തിലുള്ള കുളിയൊക്കെ കഴിഞ്ഞ് വയറു നിറയെ ഇഡ്ഡലിയും സാമ്പാറുമൊക്കെ പെരുമ്പാമ്പ് ആഹാരമെടുക്കുന്നത് പോലെ വെട്ടി വിഴുങ്ങിയിട്ട് ഞാൻ പുറത്തേക്കിറങ്ങി. ബെർമുടയും ഒരു ടീഷർട്ടുമാണ് ധരിക്കാൻ തിരഞ്ഞെടുത്തത്. ഞാനിപ്പോൾ സാധാരണക്കാരനല്ലല്ലോ, കല്യാണ ചെറുക്കനല്ലേ, അപ്പോൾ ഇത്തിരി മോഡേൺ ആകണം. ഞാൻ കൂറ കൈലിയും ഉടുത്തുകൊണ്ട് നടന്നാൽ ഋതുവിനാണ് അതിൻ്റെ നാണക്കേട്. അയ്യേ, നിക്കർ വിട്ടുകൊണ്ട് വെളിയിലിറങ്ങി നടക്കണ, വേഗം അകത്തേക്ക് കയറിപ്പോ ചെറുക. അമ്മ വരാന്തയിലേക്ക് ഓടി വന്നു. നിക്കറെന്ന് എത്രമാത്രം അപരിഷ്കൃതയാണ് എൻ്റെ അമ്മ. അമ്മേ, ഇത് നിക്കറല്ല. അറിയാം, വള്ളി നിക്കർ. അല്ലമ്മേ, ഇതാണ് ബെർമുട. അല്ലാതെ അപ്പൂപ്പൻ ഇട്ടിരുന്ന പോലത്തെ വള്ളി നിക്കറല്ല, ഇതാണ് ഇപ്പോഴത്തെ ഫാഷൻ. ഞാൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നോക്കി. പാവം മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അമ്മയുടെ മുഖത്ത് ഇഞ്ചി കടിച്ച ഭാവം. മോനെ, കെട്ടാൻ പോണ പെണ്ണിന് പണമുണ്ടെന്ന് വിചാരിച്ച് കൂടുതൽ അഹങ്കരിക്കരുത്. ദൈവത്തെ മറന്ന് കളിക്കല്ലേ, ഒടുവിൽ കരയേണ്ടി വരും. ഭഗവാനെ, അതിരാവിലെ തന്നെ പ്രാവുകയാണല്ലോ. ഒരു കലം വെള്ളം ചൂടാക്കാൻ പറഞ്ഞതിന് ഇങ്ങനെ പ്രാകേണ്ടതുണ്ടോ? ഒരു ബെർമുട ഇട്ടതിനാണോ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് സങ്കടം വന്നു. നമ്മുടെ തറവാട്ടിൽ ഇതുവരെ ആരും ഈ വൃത്തികെട്ട സാധനം മാത്രം ഇട്ട് നടന്നിട്ടില്ല. മീതെ ഒരു കയ്യിൽ കൂടെ ഒടുക്ക്. നീ ഈ തറവാടിന്റെ മാനം കളയരുത്. എങ്കിൽ ഞാൻ ഇന്നു മുതൽ ഈ തറവാട്ടുകാരനല്ല. ഞാൻ ഇനി ബെർമുടയെ ഇടുന്നുള്ളൂ. ഒരു ബെർമുട ഇട്ടാൽ തറവാട് ഇടിഞ്ഞു വീഴുന്നെങ്കിൽ അങ്ങ് വീഴട്ടെ. കാലത്തിനൊത്ത് തുള്ളാൻ പഠിക്കമ്മേ. അതും പറഞ്ഞ് ഞാൻ പുറത്തേക്കിറങ്ങി. എല്ലാം അമ്മയുടെ അഭിപ്രായത്തിന് വിട്ടുകൊടുത്താൽ പറ്റില്ലല്ലോ. അമ്മ ദൈവമാണ്, പക്ഷെ അമ്മ ദൈവത്തെ പോലെ പെരുമാറണം. ദൈവത്തിനോട് നമുക്ക് എന്തും പറയാം. ദൈവം തിരിച്ച് കമാന്നൊരക്ഷരം മിണ്ടാറില്ലല്ലോ. പക്ഷെ മുന്നിൽ നിൽക്കുന്ന ഈ ദൈവം അങ്ങനാണോ? മുറ്റത്തേക്ക് ഇറങ്ങിയതും ഞാൻ ഫോൺ എടുത്ത് ഋതുവിനെ വിളിച്ചു. അവൾ ഫോൺ എടുത്തപ്പോൾ വികാരാർദ്രനായി ഞാൻ വിളിച്ചു, മോളെ. എന്താ ഉണ്ണിയേട്ടാ? ഉണ്ണിയേട്ടൻ പുറത്തേക്കൊന്ന് പോവുകയോ കേട്ടോ, തിരികെ വന്നിട്ട് വിളിക്കാം. പുറത്തു പോകുമ്പോൾ അവളോടൊന്ന് വിളിച്ചു പറയുന്നതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ. ഇനി അവളാണ് എൻ്റെ എല്ലാം. ശരി ഉണ്ണിയേട്ടാ, അവൾ പറഞ്ഞു. ഫോൺ വച്ചതും പുറകിൽ ബോംബ് പൊട്ടുന്നത് പോലൊരു ശബ്ദം. നോക്കിയപ്പോൾ അമ്മ കസേരയെടുത്ത് തറയിൽ എറിഞ്ഞതാണ്. ഋതുവിനെ വിളിച്ചത് പിടിച്ചില്ല എന്ന് തോന്നുന്നു. അമ്മയ്ക്ക് റൊമാൻസ് ഇഷ്ടമല്ലേ ആവോ? കസേരയെടുത്ത് എന്നെ എറിയും മുമ്പ് ഞാൻ ധൃതി പിടിച്ച് പുറത്തേക്ക് നടന്നു. കല്യാണമാണ് വരാൻ പോകുന്നത്. പരിക്ക് പറ്റി കിടന്നാൽ ശരിയാവില്ല. ഇടവഴിയിലൂടെ ഒരു കടുവയുടെ ഗാംഭീര്യത്തോടെ ഞാൻ നടന്നു. ഞാൻ പെണ്ണ് കണ്ട് നടക്കുന്നതിനെ പറ്റി കളിയാക്കിയവന്മാരും ഫേസ്ബുക്കിൽ എഴുതിയവളുമാരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും വസിക്കുന്ന ഭൂപ്രദേശത്തുകൂടെയാണ് ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ എനിക്കൊരു ബോംബിടണം. അവളുമാരും അവന്മാരും വെപ്രാളത്തോടെ തുണിയും പൊക്കി പിടിച്ച് ഓടുന്നത് എനിക്ക് കാണണം. യെസ്, ഐ ആം എ സൈക്കോ. കനകന്റെ വീടിന് മുന്നിലെത്തിയപ്പോൾ ഞാനൊന്ന് നിന്നു. നടക്കല്ലിലിരുന്ന് പല്ല് തേക്കുകയാണ് കനകൻ എന്ന തേർഡ് റേറ്റ് ചെറ്റ. പല്ല് തേച്ചാൽ മനസ്സ് വിളക്കില്ല. ഇന്ന് ആരെ തേക്കണം എന്നായിരിക്കും പല്ല് തേക്കുമ്പോഴും ഇവന്റെ ചിന്ത. കാലനും വേണ്ടെന്നായല്ലോ ഇവനെ. ഏകദേശം ഒത്തുവന്ന എന്റെ 22 കല്യാണ ആലോചനകൾ മുടക്കിയവനാണ് ഈ മാന്യൻ. ഇവനിട്ടാകട്ടെ ആദ്യത്തെ ബോംബ്. ഞാൻ വേലിയുടെ അരികിൽ നിന്ന് അകത്തേക്ക് എത്തി നോക്കി. സ്നേഹമസ്ത്രണനായി വിളിച്ചു, കനകണ്ണ. പല്ലുതേപ്പിൽ വ്യാപൃതനായിരുന്ന കനകൻ തലയുയർത്തി എന്നെ നോക്കി. എന്താ? കല്യാണം ഉറപ്പിച്ചു. ആരുടെ? എൻ്റെ. ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു. മുടക്കാൻ പറ്റുമെങ്കിൽ മുടക്കിക്കോ എന്നൊരു വെല്ലുവിളിയായിരുന്നു എൻ്റെ മുഖത്ത്. എൻ്റെ കല്യാണം ഉറപ്പിച്ചു എന്ന് കേട്ടതും കനകന്റെ ശരീരം ഇടിവെട്ടേറ്റതുപോലെ ഞെട്ടി വിറയ്ക്കുന്നത് ഞാൻ കണ്ടു. അയാളുടെ കയ്യിലിരുന്ന ബ്രഷ് താഴെ വീണു. കുറെ പേസ്റ്റ് അയാൾ കുടിച്ചിറക്കി എന്ന് തോന്നുന്നു. എപ്പോ? കനകൻ കരയും പോലെ ചോദിച്ചു. നാട്ടിലെ പ്രധാന കല്യാണം മുടക്കിയായ താൻ ഇക്കാര്യം അറിഞ്ഞില്ലല്ലോ എന്ന വേദനയിലായിരുന്നു അയാൾ. ഇന്നലെ. നിശ്ചയം കഴിഞ്ഞോ? ഇല്ല, പെണ്ണ് കണ്ടതേ ഉള്ളൂ. പെണ്ണിനും വീട്ടുകാർക്കും ഇഷ്ടമായി. ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ ഉള്ളത്? ഒന്നുമില്ല. എന്നെപ്പോലെ മര്യാദയുള്ള പയ്യൻ വേറെ ആരായി ഈ നാട്ടിലുള്ളത്? ആരുമില്ല. ഓ, പെണ്ണ് കണ്ടതേ ഉള്ളൂ അല്ലേ? കനകന്റെ പകുതി ജീവൻ തിരിച്ചു കിട്ടി. കല്യാണം മുടക്കാൻ ഇനിയും സമയമുണ്ടല്ലോ എന്നായിരിക്കും മനസ്സിൽ. നീ എത്ര ആഞ്ഞു മുക്കിയാലും നിന്നെ കൊണ്ട് ഈ കല്യാണം മുടക്കാൻ പറ്റില്ലടാ കനക. ഞാനും ഋതുവും തമ്മിൽ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയിട്ടുണ്ട്. അടുത്തത് ബയോളജി, അത് കഴിഞ്ഞ് മാത്തമാറ്റിക്സ്, അവസാന ഹിസ്റ്ററി. എല്ലാം വർക്കൗട്ടാവും. നീ നോക്കിക്കോ. മറ്റന്നാൾ പെണ്ണിന്റെ വീട്ടുകാർ ഇങ്ങോട്ട് വരും, ഞാൻ പറഞ്ഞു. നന്നായി. കനകൻ വിശാലമായി ചിരിച്ചു. ഇനി കല്യാണം മുടക്കാൻ താൻ കഷ്ടപ്പെട്ട് അങ്ങോട്ട് പോകണ്ടല്ലോ എന്നോർത്തായിരിക്കും ചിരിച്ചത്. ഇതിൽ നീ തോൽക്കും കനക. അണ്ണം വരണം, ഞാൻ ക്ഷണിച്ചു. വന്നിരിക്കും. കനകന്റെ മുഖത്ത് 1 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ ഞാൻ കണ്ടു. എന്തൊക്കെയോ കണക്കുകൂട്ടലുകൾ നടത്തുകയാണ് വിദ്വാൻ. എനിക്കൊരു തൃപ്തി വരുന്നില്ല. കുറച്ചുകൂടെ പറഞ്ഞ് ഇവന്റെ BP കൂട്ടണം. അറ്റാക്ക് വന്ന് ചത്താൽ അത്രയും നല്ലത്. തോട്ടൻകര സഹദേവനെ അറിയുമോ? ഞാൻ ചോദിച്ചു. ഇല്ല, ആരാ? എന്റെ മാമൻ. കാര്യം മനസ്സിലാവാതെ കനകൻ എന്നെ അന്തം വിട്ട് നോക്കി. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ പിതാവ്, ഫാദർ ഇൻ ലോ. ഓ, നിയമം പഠിച്ച അച്ഛൻ, മനസ്സിലായി. തടി ബിസിനസ്സാ. താടി ബിസിനസ്സോ? താടിയിലെ എല്ലാണോ അതോ രോമമാണോ വിൽപ്പന നടത്തുന്നത്? താടിയല്ല, തടി ബിസിനസ്. കോടീശ്വരനാ. ശരി, ബാക്കി പിന്നെ പറയാം. എനിക്ക് പല്ല് തേക്കാനുണ്ടേ. കനകൻ അസ്വസ്ഥനായി.
അങ്ങനെ ഇപ്പം പല്ല് തേക്കണ്ട, നീ കുറച്ചുകൂടെ കേട്ടിട്ട് പോയാ മതി. പെണ്ണിന് 25 വയസ്സ്, PGയാ, B.Edും M.Edും ഒക്കെ കഴിഞ്ഞു. ഉടനെ സ്കൂളിൽ ജോലി കിട്ടും. ഇവിടത്തെ സ്കൂളിലാ നോക്കുന്നത്. ദേഷ്യം മൂത്തിട്ടാകണം കനകൻ അവിടെ നിന്ന ചാമ്പമരത്തെ പിടിച്ച് ശക്തമായി കുലുക്കി. പെണ്ണ് സുന്ദരിയാ, അല്പം മെലിഞ്ഞിട്ട, പക്ഷേ പാലിന്റെ നിറമാണ്, ഐശ്വര്യ റായിയെ പോലിരിക്കും. കനകൻ കയ്യിലിരുന്ന ബ്രഷ് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. പല്ല് തേക്കുന്നില്ലേ? ഞാൻ ചോദിച്ചു. ഇല്ല, പല്ല് തേക്കാനുള്ള മൂഡ് പോയി. കനകന്റെ മുഖം കറുത്ത് കരിവാളിച്ചിരുന്നു. ഹൃദയം കത്തുകയായിരിക്കും, പാവം. മാമന്റെ തടി ബിസിനസ് ഇനി മുതൽ ഞാനാ നോക്കി നടത്താൻ പോകുന്നത്. അതുകൂടെ കേട്ടതോടെ കനകൻ ഒരു അമറലോടെ ശരീരം കുഴഞ്ഞ് തറയിലേക്ക് വീണു. ദൈവമേ, അറ്റാക്കാണോ അതോ സ്ട്രോക്കോ? ഇയാളോട് ഇത്രയും വേണ്ടായിരുന്നു. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, ജയിലിൽ പോകേണ്ടി വരും. ഞാൻ ഇടവഴിയിലേക്ക് ഇറങ്ങി സ്പീഡിന് നടന്നു.